അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇല പറിക്കാം. കറുകപ്പുല്ല് കിട്ടി ഗായ്സ്. ഇത്രയും തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ അമ്മമ്മ ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ദശപുഷ്പം. എന്താണ് കർക്കിടക സംക്രാന്തി? നമ്മൾ എന്തുകൊണ്ട് അരച്ചിടണമെന്ന് വെച്ചാൽ ചൂടുദോഷം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കർക്കിടകം അങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കർക്കിടക സംക്രാന്തി എന്നുള്ള ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് പകർന്നു തരാം എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കറിയുന്നതും ഇപ്പൊ ഞാൻ ഒറ്റപ്പാലത്തായതുകൊണ്ട് തന്നെ കുട്ടിക്കാലം തൊട്ടിട്ട് എനിക്കറിയുന്ന കുറച്ച് ആചാര അനുഷ്ഠാനങ്ങളും അമ്മയൊക്കെ പറഞ്ഞു തന്നിരിക്കണം. കുറച്ച് ആചാര അനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയില്ല. ലൈക്ക് ഇപ്പൊ എൻ്റെ ഈ ജനറേഷനിൽ തന്നെ അറിയണം എന്നില്ല. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് കർക്കിടക സംക്രാന്തി? കൂടുതലും എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഈ പാലക്കാട് ജില്ല, തൃശ്ശൂര്, മലപ്പുറം ആ ഭാഗങ്ങളിലേക്കാണ് കൂടുതൽ ഇതുള്ളത്, കുറച്ച് പ്രശസ്തമായിട്ടുള്ളത്. ഈ കൊല്ലം, കോട്ടയം അവിടേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലും കുറച്ചും കൂടി ആഡ് ഓൺസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ. കുറച്ചും കൂടി ആഡ് ഓൺ ഒക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു പഞ്ഞ മാസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയണത് എന്താ, കൂടുതൽ കൃഷി, ലൈക്ക് വിളവെടുപ്പൊക്കെയാണല്ലോ. നമുക്ക് കൃഷിയാണല്ലോ കൂടുതൽ സോഴ്സ്. സോ ആ ഒരു ടൈമിലും ഭയങ്കര മഴയും കാലാവസ്ഥ ഭയങ്കര ഇരുട്ട് മൂടിയതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും വിളവെടുപ്പ് എടുക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. സോ അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ലൈക്ക് മിതമായി ആ ടൈമിൽ തന്നെ ദാരിദ്ര്യാവസ്ഥയിൽ വരും. ദാരിദ്ര്യത്തിലായിരിക്കും മിക്ക ആൾക്കാരും. എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമിൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇല്ല, വിളവെടുപ്പില്ല, ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട്. സോ ആ ടൈമിൽ എല്ലാവരും മിതമായ ലൈക്ക് കർക്കിടകം വേസ്റ്റ് ഇപ്പോൾ കുറെ ഔഷധക്കൂട്ടൊക്കെ വരുന്നുണ്ടല്ലോ, കഞ്ഞിയും പയറും അങ്ങനെയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ചെറിയ രീതിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ആഘോഷിക്കും. അതാണ്. പിന്നെ അതുമല്ല രാമായണ മാസം എന്നും പറയും. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ മിനിമലായിട്ട് നമ്മൾ രാമായണം വായിച്ചും ചെറിയ തോതിൽ ഈ ഔഷധക്കഞ്ഞി അങ്ങനെയൊക്കെ കുറെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കഴിച്ചും നമ്മൾ ലൈക്ക് വ്രതമൊക്കെ എടുത്ത് അനുഷ്ഠിച്ച് അനുഷ്ഠാനം കൊണ്ടും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് ഈ കർക്കിടക മാസം അങ്ങോട്ട് തള്ളി നീക്കാം. ലൈക്ക് മോസ്റ്റ് ഓഫ് ആൾക്കാരും വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു കർക്കിടകം ഇങ്ങോട്ട് തള്ളി നീക്കുക. അതാണ് മോസ്റ്റ് ഓവർ എല്ലാവരും ചെയ്യണ ഒരു കാര്യം. പിന്നെ കൂടുതലും ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഡൈജഷന്റെ പ്രോബ്ലം വരാറുണ്ട്. സോ ഡൈജഷനൊക്കെ ഈസി ആയി നടക്കാനായിരിക്കാം മേ ബി ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊക്കെയാണ് എനിക്കറിയുന്ന കുറച്ച് കാര്യം. സോ അതാണ് കൂടുതൽ ആൾക്കാർ കർക്കിടകത്തിലും ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും കർക്കിടകം കുഴപ്പമില്ലാണ്ട രീതിക്ക് തള്ളി നീക്കുക. അപ്പൊ അതാണ് കർക്കിടകം. അപ്പൊ ഇനി സംക്രാന്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തുള്ളവര് പാലക്കാട് ജില്ലയിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി ആഡ് ഓൺസ് ഉണ്ട് പാലക്കാട്. നമ്മൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ തമിഴ്നാട് അവിടെയൊക്കെ ഉള്ള ഒരു സംക്രാന്തി എന്ന് പറയും, നമ്മൾ സംക്രാന്തി എന്ന് പറയും. സോ അതെന്താന്ന് വെച്ചാൽ നമ്മള് വീട്ടില് ഫുൾ ക്ലീൻ ചെയ്യാം, മൊത്തത്തില് ക്ലീൻ ചെയ്ത് ചേട്ടേനെ പുറത്ത് കളഞ്ഞ് നമ്മൾ ശ്രീബോധി വെക്കും. അത് പറഞ്ഞാൽ ലൈക്ക് കിണ്ടിയിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മൾ ദശപുഷ്പമൊക്കെ പറിച്ചിട്ട് നമ്മൾ രാവിലെ വിളക്ക് കൊളുത്തി അങ്ങനെ കർക്കിടകം ആരംഭിക്കും. സോ ആ നെഗറ്റിവിറ്റി ഒക്കെ കളഞ്ഞ് ഒരു പോസിറ്റീവ് എനർജി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പോലെ, അതാണ് ചേട്ടനൊക്കെ കളഞ്ഞ് നമ്മൾ ശ്രീബോധി വെക്കാന്ന് പറയാം. അതുപോലെ തന്നെ ഈ കർക്കിടകം തുടങ്ങുന്നതിന്റെ തലേദിവസം ഇനി മൈലാഞ്ചി നമ്മൾ എന്തുകൊണ്ട് അരച്ചിടണമെന്ന് വെച്ചാൽ ലൈക്ക് കൃഷിക്കാരാണല്ലോ ഇവിടെ കൂടുതലും ഉള്ള ആൾക്കാർ. സോ മഴ കൂടിയും ടൈം ആവണോണ്ട് നമ്മളിങ്ങനെ പോകണോണ്ട് തന്നെ എന്താ കയ്യിലും കാലിലൊക്കെ അങ്ങനെ കുറെ അസുഖങ്ങൾ വരും. അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ അരച്ചിട്ടുള്ള മൈലാഞ്ചിയും നമ്മൾ ഇടുന്നത്. പോരാത്തതിന് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദോശയും ചിക്കനും ഉണ്ടാക്കണ പരിപാടി. ദോശയും ചിക്കനും ഉണ്ടാക്കണത് അത് എന്തിനാ എന്ന് ചോദിച്ചാൽ അറിയില്ല. ലൈക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ദോശയും ചിക്കനും അത് എന്ത് കോമ്പിനേഷനാന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ്. അത് എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പ്രാർത്ഥന, അമ്പലത്തിൽ പോക്ക്, പിന്നെ നോണ് കഴിക്കില്ല. മേ ബി അതിന്റെ മുമ്പ് ചിക്കനൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ട് പിന്നെ ആ കർക്കിടകം കഴിയണ വരെ ഫുൾ വെജ്. അതുകൊണ്ടാണോ എന്ന് അറിയില്ല. അങ്ങനെ ദോശയും ചിക്കനും കഴിക്കും. മെയിൻ പാലക്കാടൊക്കെ ഉള്ളവർ ഈ ചിക്കൻ കറിയിൽ കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ട് വെക്കും. നമ്മളങ്ങനെ വെക്കാറില്ല, സാധാ ചിക്കൻ കഴിക്കും.
സോ അങ്ങനെയാണ് ദോശയും ചിക്കൻ കറിയും വന്നത്. സോ ഇതൊക്കെയാണ് എനിക്കറിയുന്ന കുറച്ച് അറിവുകളാണ് പറഞ്ഞത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ കർക്കിടക സംക്രാന്തി എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്ത കുറച്ച് സംക്രാന്തി പണികളും എല്ലാം തലേ ദിവസത്തെ വിശേഷങ്ങൾ കാണാം. വീട് ഫുള്ള് നമ്മൾ വൃത്തിയാക്കണം. സോ ഇത്രയൊന്നും ചെയ്യാനില്ല, നമുക്ക് ജസ്റ്റ് അടിച്ചു വാരി തുടക്കുക അത്രേ ഉള്ളൂ ഇപ്രാവശ്യത്തെ പണി. അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യണേ. അപ്പൊ ഇതൊക്കെ ആയതുകൊണ്ട് ഓൾറെഡി ക്ലീൻഡ് ആണ്. അപ്പൊ ജസ്റ്റ് അടിച്ചു വാരി ഗൈസ്, നമുക്ക് സംക്രാന്തി ആയിട്ട് നമുക്ക് മൈലാഞ്ചി പൊട്ടിക്കാൻ പോവാം. പണ്ട് മുതലേ ചെയ്ത് വരാറുള്ളതുമാണ്. ബാക്കി ജില്ലയിലുണ്ടോ എനിക്ക് തോന്നുന്നു ഇല്ല, ഒന്ന് പാലക്കാട് സൈഡിലേക്കാണ് ഇങ്ങനത്തെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും വരും, നമുക്ക് മൈലാഞ്ചിയുടെ മാവിൻ്റെ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് മൈലാഞ്ചി ഇല പറിക്കാം. മൈലാഞ്ചി ഇല പറിക്കാൻ നമ്മുടെ കൂടെ അമ്മയുമുണ്ട്. മൈലാഞ്ചി ഇല അരപ്പിച്ചിട്ട് അമ്മ അരക്കുന്നതാണ്, ഞാൻ അരച്ച എന്റെ കയ്യിലാവും. അപ്പൊ ഞാൻ മൈലാഞ്ചി ഇല. അപ്പൊ നമ്മള് മൈലാഞ്ചിയിലൊക്കെ പൊട്ടിച്ച് ഇനി നമുക്ക് ദശപുഷ്പം പൊട്ടിക്കാൻ പോണേ. ഇവിടെ ദശപുഷ്പം ഇല്ല. അപ്പൊ നമുക്ക് തറവാട്ടിലൊന്ന് പോയി നോക്കാം. അപ്പൊ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഇനി ദശപുഷ്പം പൊട്ടിക്കാം. നമ്മളിപ്പോ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അമ്മമ്മ ഇല്ല. അപ്പൊ നമുക്ക് ഇനി ദശപുഷ്പം പറിക്കാൻ പോവാം. അതൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് ഇവിടെ ഉള്ളത് പറിക്കാൻ ചൊക്ക വെട്ടി തളിച്ചുകൊണ്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഈ 10 ദശപുഷ്പം ഏതൊക്കെയെന്ന് അറിയോ? ലൈക്ക് കറുക, മുക്കുറ്റി, ചെറുതാളി, ഒഴിഞ്ഞ, പിന്നെന്താ വിഷ്ണുക്രാന്തി, മുയൽ ചെവിയൻ, പിന്നെന്താ നിലപ്പന, പൂവാങ്കുറുനില, പിന്നെ കയ്യുണ്ണി, ചെറുള, അങ്ങനെ 10 തരം ഹെർബ്സ് ഉണ്ട്. സോ ഇതൊക്കെ നമുക്കിപ്പോൾ പറിക്കണം. നമുക്ക് ഇവിടെ ഉണ്ടോ നോക്കാം. നമുക്കുള്ളത് അല്ലെങ്കിൽ പറിക്കാം. ഓക്കെ, നമുക്ക് മുക്കുറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൂവില്ല. മുക്കുറ്റി പുറത്തുണ്ടോ? കൊണ്ടോണോ? മുക്കുറ്റി കിട്ടിയല്ലോ. മുക്കുറ്റി കിട്ടി. ഇതേതാ കറുകയാ? ചെറുള കിട്ടി. ഞങ്ങൾ തരയാൻ ഇറങ്ങിയിരിക്കുകയാണ്. ചെടികൾ എന്താണ് പറയാ, പടലും എന്തോ കാടും പടലും താണ്ടി നമ്മൾ തിരയാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതൊരാൾ. കറുകപ്പുല്ല് കിട്ടി. ഇനി എന്താ വന്ന എന്റെ നൊസ്റ്റു, എന്റെ കുട്ടിക്കാല ജീവിതം ഇവിടെയായിരുന്നു. എന്റെ തറവാട്. അമ്മ എന്താ നമ്മുടെ തറവാടിനെ കുറിച്ച് പറയൂ. രണ്ടുപേർക്ക് സൗണ്ട് കേൾക്കണ്ടാവില്ല. മൈക്ക് എടുത്തില്ല. ടോപ്പിക് വിട്ടു. ശരി, നമ്മള് സംക്രാന്തിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? സംക്രാന്തിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? മാസമായി കണക്കാക്കണം. രാവിലെ വിളക്ക് വെച്ച് ടിൻഡ് ദശപുഷ്പങ്ങൾ അടുത്ത് വന്ന് വിളക്ക് വെച്ച് പൂജിച്ച് കർക്കിടക മാസം തുടങ്ങും. എവിടുന്നൊക്കെ കിട്ടിയ കുറച്ച് അറിവാണ് അല്ല എനിക്ക്. അപ്പൊ നമ്മൾ കുറെ കാടും മടലും ഒക്കെ വിഷ്ണുക്രാന്തി, മുയൽ ചെവിയൻ. എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിലല്ലേ നമുക്കല്ലേ കൂടുതൽ ഇത്. കൊല്ലം, കോട്ടയം അങ്ങനെ നമ്മൾ കേട്ടിട്ടല്ലോ. നീല നിറത്തിൽ പൂവുണ്ടാവും. അതാണ് പൂവാങ്കുറുനില. ഗുഡ് ഫോർ കണ്ണ് രോഗം, ഐ ഡിസീസ്. അപ്പൊ നമുക്ക് കുറച്ച് ദശപുഷ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. മുക്കുറ്റി, കറുക, പൂവാങ്കുറുനില. അതെന്താ അർത്ഥം? കിടന്നല്ല അല്ല, ചെറുള കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് കൂടാം. ഇനി പോയിട്ടാണ് മോളെ പരിപാടി. ഇവരും നമുക്ക് മൈലാഞ്ചി അരക്കണ്ടേ നമുക്ക്. അതുപോലെ രാത്രി ദോശയും ചിക്കനും. അതാണ് ഗൈസ് മെയിന്. ദോശയും ചിക്കനും ഉണ്ടാക്കണ്ടേ, കമോൺ. സോ ഉള്ളത് വെച്ചിട്ട് നമുക്ക് കൂടാം. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഫുൾ പാടം വരമ്പായതുകൊണ്ട് നമുക്ക് എല്ലാം കിട്ടും. പക്ഷെ ഇപ്പൊ കിട്ടാനുള്ള ഒരു സോഴ്സ് ഇല്ല.
സോ നമുക്ക് ഉള്ളത് വെച്ചിട്ട് കൂടാം. കമോൺ. അപ്പൊ നമ്മൾ മൈലാഞ്ചി ഒക്കെ അരച്ചിട്ടുണ്ട്. എന്ത് ഫോക്കസ് ആവാത്ത. അപ്പൊ നന്നായി അമ്മിയിലൊക്കെ നമ്മൾ മൈലാഞ്ചി അരച്ചിട്ട്, ശരിക്കും ഇത് താളിന്റെ ഇലയിലെ വെക്കുക, താളിന്റെ ഇലയിലാണ് വെക്കുക. രാത്രി ഞാൻ താളിന്റെ ഇല പൊട്ടിക്കാൻ മറന്നു. സോ രാത്രി നമുക്ക് പൊട്ടിക്കാൻ പറ്റൂല. സോ നമ്മൾ ജസ്റ്റ് ആമ്പലിന്റെ ഇലയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് മാറണം. സോ ഇനി നമുക്ക് മൈലാഞ്ചി അരച്ചു, ഇനി നമുക്ക് മൈലാഞ്ചി ഇടാം. ഇവിടെ ചൂട് ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. എന്തുകൊണ്ട് ദോശയും ചിക്കൻ കറിയും എന്നുള്ളൊരു കോമ്പിനേഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണേ. അതെന്തായാലും നമ്മുടെ പാലക്കാട്, ഈ ഒരു പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ദോശയും ചിക്കനും. മെയിൻ പാലക്കാട് സൈഡൊക്കെ കുമ്പളങ്ങട്ട ചിക്കൻ അല്ലമ്മ, കുമ്പളങ്ങട്ട ചിക്കൻ അങ്ങനത്തെ ചിക്കനാണ്. നമ്മളിവിടെ അങ്ങനെ ഉണ്ടാകും, ബട്ട് നമ്മൾ അങ്ങനെ അത് ചൂസ് ചെയ്യാറില്ല. സോ അതാണ് ഇപ്പൊ ചൂട് ദോശയും ചിക്കനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചൂട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഗായ്സ്. ഇവിടെ ചൂട് ചിക്കൻ കറി റെഡി. അപ്പൊ ഇനിയിപ്പോ കണ്ടുണ്ടാവുമല്ലോ ഇപ്പൊ വീട് ക്ലീൻ ചെയ്തതിന്റെ അതൊക്കെ. സോ ഇതൊക്കെയാണ് കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നത് കൂടിയാണ്. പിന്നെ എന്താ പറയാ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല രാമായണ മാസം നല്ല ഭംഗിയായി നല്ല സമാധാനത്തോടു കൂടി പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെന്താ, ഹാപ്പി സംക്രാന്തി, ഹാപ്പി കർക്കിടകം എന്തും പറയാമല്ലോ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോയുമായി വരുന്നവരെ അപ്പൊ എല്ലാവർക്കും